ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഘികൾക്കൊപ്പമാണ് ഇത് സിനിമ കണ്ടതെന്ന്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഒരു സിനിമ വന്നിട്ട് പോലും സിനിമയെ സിനിമയായിട്ട് കാണാൻ ഞങ്ങൾക്കറിയാം എന്ന രീതിയിൽ വേണം ഇതിനെ പ്രചരിപ്പിക്കാൻ. അപ്പോൾ അത് പാർട്ടിക്ക് ഗുണമായിട്ടല്ലേ വരുള്ളൂ. അല്ലാതെ എടുത്തിട്ട് വെച്ച് ഇത് ഞങ്ങളെ ഉദ്ദേശമാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ എന്നാൽ നിങ്ങൾ കേട്ടോ, ഈ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഗുജറാത്ത് സർക്കാരിന് നന്ദി എന്നാണ് ഫസ്റ്റിൽ എഴുതി കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഈ സിനിമ OTT വന്നതിന് ശേഷം നിങ്ങൾ തന്നെ പറയും, അയ്യോ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സംഭവം ഈ സിനിമയിൽ ഇല്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ പറയും. അന്ന് വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇതിന് വന്ന് കമൻ്റ് ഇടും. IUF എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ RPIM എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഈ രണ്ട് പാർട്ടിക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരെ ഉദ്ദേശമാണെന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവരാരെങ്കിലും പോയി തോണ്ടി പിടിച്ചോ? അതായത് ഇനി സംഘി വിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെയും കൂടെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടിലമായിട്ടുള്ള തന്ത്രമാണോ ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കുന്നേന്ന് ഒരു സംശയം. എമ്പുരാൻ സിനിമ കണ്ടിട്ട് സംഘികൾക്ക് കുരുപൊട്ടി. ഏത് സംഘികൾക്ക് കുരുപൊട്ടി? സിനിമ കാണാത്ത സംഘികൾക്ക് കുരുപൊട്ടി. അതോ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച്, അതായത് ഈ സംഘികൾക്ക് ഉരുപൊട്ടിയ വിഷയത്തിൽ പറയാനായിട്ട് അത്യാവശ്യം യോഗ്യതയുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു എക്സ് സംഘിയാണ്. എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കൂടുതലും 90% ആൾക്കാരും ഈ സംഘികൾ തന്നെയാണ്. അറിയാമല്ലോ, ഒരു സംഘിയായിട്ട് നടന്നതും ഒരു BJP അനുഭാവിയായിട്ടല്ല, BJP പാർട്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരാളുടെ കൂട്ടുകാരന്മാർ കൂടുതലും അങ്ങനെ ആ ഗണത്തിൽപ്പെട്ടവരായിരിക്കാം ആണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഞാൻ സിനിമ കാണാൻ പോയത്. എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന ഇപ്പോഴും സംഖ്യയായിട്ട് തന്നെയുള്ള ആളുകളാണ്. അവർ ഈ സിനിമ കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. ഞാൻ അവരോട് ചോദിച്ചു, എടാ ഇത് സംഘികൾക്കെതിരെയുള്ള പടമാണോ? വാ, ഇത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ലെന്ന് അവർ പറഞ്ഞു. അതേസമയം ഞങ്ങളുടെ തിയേറ്ററിൽ തന്നെ ടിക്കറ്റ് കിട്ടാതെ മറ്റ് തിയേറ്ററിൽ പോയ സംഖ്യകളും ഉണ്ട്. അവരോട് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു സിനിമ തീർന്നതിന് ശേഷം. അവർ പറഞ്ഞു, വാ, ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ് അവർ പറഞ്ഞത്. ഈ സിനിമ കാണാതെ വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ട് ഈ സിനിമയ്ക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന ഹേ സംഘികളെ, നിങ്ങൾ ആദ്യം പോയി ആ സിനിമ കാണ്. നാളെ OTT വന്നു കഴിയുമ്പോഴത്തേക്കും അയ്യോ ഈ സിനിമയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് വല്ലവൻ്റെ കയ്യിലെ ചട്ടുകം ആകാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ല ബിനീഷ് കൊടിയേരി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഏതാണ്ട് എവിടെയൊരു വിളിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച് ഉടനെ അതിൻ്റെ പുറകെ പോയി തൂങ്ങിക്കോളുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഘികൾക്കൊപ്പമാണ് ഇത് സിനിമ കണ്ടതെന്ന്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് സംഘത്തിനെതിരെ അല്ലെ BJPക്കെതിരെയാണ് ഈ സിനിമ സംസാരിച്ചതെങ്കിൽ പോലും ഇതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അതായത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഒരു സിനിമ വന്നിട്ട് പോലും സിനിമയെ സിനിമയായിട്ട് കാണാൻ ഞങ്ങൾക്കറിയാം എന്ന രീതിയിൽ വേണം ഇതിനെ പ്രചരിപ്പിക്കാൻ. അപ്പോൾ അത് പാർട്ടിക്ക് ഗുണമായിട്ടല്ലേ വരുള്ളൂ. അല്ലാതെ എടുത്തിട്ട് വെച്ച് ഇത് ഞങ്ങളെ ഉദ്ദേശമാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതായത് മേളിക്കര പോയ സാധനത്തിനെ ഏതാണ്ട് ഏണി വെച്ച് കയറി പിടിച്ച് താഴോട്ടിട്ട പോലെ ആയിപ്പോയില്ലേ. എന്തൊരു മണ്ടത്തരങ്ങളായി കാണിക്കുന്നതെന്ന്. MD രമേശ് എന്നാ പറഞ്ഞേ? സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കണം. ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്തായി പോയി? സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. അദ്ദേഹം തന്നെ MD രമേശ് തന്നെ പണ്ട് ഇതുപോലെ ബീഫിൻ്റെ വിഷയത്തിൽ ഒരു ചൊറിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ ചെന്നിട്ട് ബീഫ് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്? ബീഫ് ഞാൻ കഴിക്കത്തില്ല, എനിക്ക് താല്പര്യമില്ല, പക്ഷേ കഴിക്കുന്നവർ കഴിച്ചോട്ടെ, അതിനിപ്പോൾ എന്നെ കുഴപ്പം, നല്ല ഇറച്ചിയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വിവരമുള്ളവരും ഉണ്ട്. ഈ BJP എന്ന് പറഞ്ഞ പാർട്ടി ഈ കേരളത്തിൽ ഇതുപോലെ വളരാത്തതിൻ്റെ മെയിൻ കാരണം ഇവരെ പോലെ ഇതുപോലെ ഈ ഊളത്തരങ്ങൾ വിളിച്ച് പറയുന്ന ആളുകളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സിനിമയൊന്നും കാണാതെ അറ്റവും മുറിയും കേട്ടോട്ട് ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ തെറ്റിദ്ധരിക്കപ്പെട്ട സംഖ്യകൾ സിനിമ ഒന്നും കാണണ്ട. നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതല്ലേ. അവരെന്തുകൊണ്ട് ഈ സിനിമ വിലക്കിയില്ല? അല്ലെങ്കിൽ ഇത്ര ഭാഗം കട്ട് ചെയ്ത് മാറ്റണം എന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പോട്ടെ, പണ്ട് ഒരു മലയാള സിനിമ ഇറങ്ങിയത് ഓർക്കുന്നുണ്ടോ? ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിൻ്റെ ടൈറ്റിൽ അതാണ്. അവർ സെൻസർ ബോർഡിന് അയച്ചു കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ പേരവർക്ക് പ്രശ്നമാണ്. എന്നിട്ട് അവരെന്നാ ചെയ്ത് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളതിലെ ഭാരതം എടുത്ത് മാറ്റിയിട്ട് ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കാൻ പറഞ്ഞു. എന്നിട്ട് സിനിമ റിലീസ് ചെയ്തോളാൻ പറഞ്ഞു. അതായത് ജസ്റ്റ് ഒരു സിനിമയുടെ പേര് പോലും മാറ്റിക്കളയണമെന്ന് പറഞ്ഞിട്ടുള്ള സെൻസർ ബോർഡ് ഇപ്പോൾ BJPക്കെതിരെ അല്ലെങ്കിൽ സംഘത്തിനെതിരെ പറഞ്ഞ സിനിമേനെ അതുപോലെ തന്നെ റിലീസ് ചെയ്യാൻ അനുവദിക്കുമോ? അതെങ്കിലും ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പോരെ
സിനിമയ്ക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ എന്നാൽ നിങ്ങൾ കേട്ടോ, ഈ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഗുജറാത്ത് സർക്കാരിന് നന്ദി എന്നാണ് ഫസ്റ്റിൽ എഴുതി കാണിക്കുന്നത്. ഇതിന് ശേഷമാണ് ഈ ട്രെയിൻ കത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷ്വലുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ട്രെയിൻ കത്തിയത് സ്വയമേ എന്നുള്ള രീതിയിൽ ഒരു പ്രൊപ്പഗണ്ട ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് സിനിമ എടുത്തു എന്നാണല്ലോ നിങ്ങളുടെ വിചാരം. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്കും കാണിക്കുന്ന ഒരു വിഷ്വലുകൾ മാത്രമാണ് ഈ ട്രെയിൻ കത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടത്. അപ്പോൾ ആ എഴുതി കാണിക്കുമ്പോൾ തന്നെ കുറേ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും എല്ലാം നല്ല കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഗോദ്രയിൽ ട്രെയിൻ കത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കലാപം നടന്നത് എന്ന് തന്നെയാണ് സിനിമ കാണിക്കുന്നത്. അല്ലാതെ കണ്ട് ഇത് സ്വയം കത്തിയതാണ്, വേറെ ആരും കത്തിച്ചതല്ല എന്ന് പ്രത്യേകമായിട്ട് എഴുതി കാണിക്കുന്നതും അങ്ങനെ ഒരു പ്രൊപ്പഗണ്ടയൊന്നും ഈ സിനിമയിലൊന്നും ഇല്ലടേ. ആരാണ്ടൊക്കെ വല്ലതൊക്കെ വിളിച്ച് പറയുന്നതും കേട്ടോണ്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ കിടന്ന് തൂങ്ങാതെ, ഞാൻ പറഞ്ഞ പോലെ ഇനി കുറേ പേര് ക്യാൻസൽ ചെയ്ത് ഞാൻ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ കുറേ പേര് നടപ്പുണ്ടല്ലോ. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഈ സിനിമ OTT വന്നതിന് ശേഷം നിങ്ങൾ തന്നെ പറയും, അയ്യോ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സംഭവം ഈ സിനിമയിൽ ഇല്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ പറയും. അന്ന് വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇതിന് വന്ന് കമൻ്റ് ഇടും. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. അറിയാമല്ലോ, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ച് അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല, സ്പോയിലറാണ്. പക്ഷേ ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത്? IUF എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ RPIM എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഇത് രണ്ടും ഏതൊക്കെ പാർട്ടീനെ ഉദ്ദേശിച്ചാണ് അവർ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഈ IUF എന്ന് പറഞ്ഞ പാർട്ടിയെക്കുറിച്ച് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അതായത് ഡ്രഗ് മാഫിയയുടെ പണം കൊണ്ടാണ് ഇവർ പാർട്ടി ഫണ്ടിലേക്ക് പണം സ്വരൂപിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അത് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ RPIM അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആ ലൂസിഫർ സിനിമ വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കണ്ടു നോക്ക്. അത് ആർക്കിട്ടുള്ള കൊട്ട. ഇവർ തമ്മിലൊരു ധാരണ എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. പിന്നെ മക്കൾ രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് IUFനെ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് പാർട്ടിക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരെ ഉദ്ദേശമാണെന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരാരെങ്കിലും പോയി തോണ്ടി പിടിച്ചോ? ഇല്ലല്ലോ. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് അതിനകത്ത് മൂന്നാമതൊരു പാർട്ടിയും കൂടെ ഉടലെടുത്തത്. ആ പാർട്ടിയുടെ പേരാണ് ASM. അപ്പോൾ ആ പാർട്ടിയും കൂടെ ഈ സിനിമയിൽ നന്നായിട്ട് വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് RPIM IUF എന്ന് പറഞ്ഞ രണ്ട് പാർട്ടികളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ASM കൂടെ വന്നപ്പോഴാണ് ഈ സംഘികളെല്ലാവരും കൂടെ കുരുപൊട്ടാൻ തുടങ്ങി. അയ്യോ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണേ, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണേ എന്നും പറഞ്ഞ് ഇവന്മാർ ചാടി ഇറങ്ങിയത്. അതേസമയം മറ്റ് പാർട്ടിക്കാരുണ്ടല്ലോ, അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന്. പക്ഷെ അവർ മിണ്ടിയില്ല. ഇവരോ അയ്യോ എന്നും പറഞ്ഞിട്ട് ഇവർ ചാടി ഇറങ്ങി. എന്നെ മണ്ടത്തരാണെന്ന് ഓർത്ത് നോക്കിയേ. അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള ഈ പ്രചരണങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈ പുളകിതരാകുന്ന ആളുകളാണല്ലോ ഈ CPMൻ്റെ നേതാക്കളും അവരുടെ അണികളും. പ്രത്യേകിച്ച് ഇത് ആദ്യം ചൊറിഞ്ഞു പിടിച്ചത് ആരാ? നമ്മുടെ ബിനീഷ് കൊടിയേരി. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ ആശാന്മാരെ വെച്ച് കയറി കൊടുക്കുന്നത്. പണ്ട് ഈ മുരളി ഗോപിയുടെ തന്നെ സിനിമയായിട്ടുള്ള ലെഫ്റ്റ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരിവിടെ കിടന്ന് കാണിച്ച പുകിലൊക്കെ എല്ലാവരും മറന്നുപോയി കാണുമായിരിക്കും അല്ലേ? എന്നിട്ട് ചില തിയേറ്ററിൽ നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ ഈ ലെഫ്റ്റ് പിൻവലിച്ചെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അവരാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ വായിൽ വർത്താനം പറയുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കുമെന്ന് പറയാം. ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രം തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ സിനിമയിൽ ഒരു കച്ചവട തന്ത്രം ഇതായിരിക്കണം ഇതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ എനിക്ക് തോന്നിയ കാര്യം പറയാം. അതായത് ഫസ്റ്റ് ഈ സിനിമ 27-ാം തീയതിയാണ് റിലീസ്. അതിന് മുമ്പ് എത്രയാ 3-4 ദിവസം മുമ്പ് ഈ സാധനത്തിന് ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഇടിച്ചു കുത്തി ബുക്ക് മൈ ഷോയും ഹാങ് ആക്കി എല്ലാവരും ടിക്കറ്റ് കൊണ്ട് പോയി. അവർക്ക് 10-60 കോടിയും കിട്ടി. അപ്പോൾ ആ കണ്ടവരിൽ ഇപ്പോൾ കുറേ പേര് ക്യാൻസൽ ചെയ്യുന്ന അതായതാണ്. എത്ര പേര് ക്യാൻസൽ ചെയ്യാനാണ്? ഒരു 5% പോലും ക്യാൻസൽ ചെയ്യത്തൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാവരും പോവുക തന്നെ ചെയ്യും. അപ്പോൾ മോഹൻലാൽ അനുകൂലികളായിട്ടുള്ളവരും സംഘികളായിട്ടുള്ളവരും എല്ലാവരും ഓൾറെഡി പോയി കാണും. അപ്പോൾ ഇതിന് ശേഷം സിനിമ ഇനി കാണണമെങ്കിൽ, അതായത് പ്രത്യേകിച്ച് മോഹൻലാലിനെ ഇകഴ്ത്തി പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് മീഡിയ മുക്കാൽ പോലുള്ള ആളുകൾ, ഇവർക്കൊക്കെ മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്തണം. അതാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ നേരെ സംഘവിരുദ്ധത ഈ സിനിമയിലുണ്ടെന്നും പറഞ്ഞൊന്ന് പ്രചരിപ്പിക്കണം. മനസ്സിലായോ? അങ്ങനെ പ്രചരിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും സംഘികൾക്ക് എതിരായിട്ടുള്ള ഈ പറഞ്ഞ മീഡിയ മുക്കാലും മറ്റവരും എല്ലാം ഈ സിനിമയെ പതുക്കെ പൂഴ്ത്താൻ തുടങ്ങും. അതായത് ഇനി സംഘി വിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെയും കൂടെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടിലമായിട്ടുള്ള തന്ത്രമാണോ ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കുന്നേന്ന് ഒരു സംശയം. ആണോ അല്ലയോ?